വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷിൻ്റെ 2025 ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ്. അതായത് ഇൻഡിപെൻഡൻറ്റ് സ്കൂളുകളിൽ ഇതുവരെ എക്സാം കഴിഞ്ഞിട്ടില്ല. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോവാം. സോ ആസ് യൂഷ്വൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റീഡിങ് കോംപ്രഹെൻഷനാണ്. സാധാരണ നമുക്ക് എന്താണ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ പോയൊക്കെയാണ്. ഒരു ഡിഫറെൻ്റ് ആയിട്ട് എന്താണ് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്, ഒരു കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്. അതായത് ഋതികയും അവളുടെ മദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ കോൺവെർസേഷൻ ഒന്ന് വായിച്ചാലോ. ഋതിക: മോം, വൈ ഡു യു ഓൾവേസ് ടെൽ മീ ടു റീഡ് മോർ ബുക്സ്? അമ്മ എന്തിനാണ് എന്നോട് എപ്പോഴും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത്, വേറെ കുറേ ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കാൻ പറയുന്നത് എന്തിനാണ്? സോ മദർ ഈസ് ടെല്ലിങ്, സ്വീറ്റ് ഹാർട്ട്, റീഡിങ് ഈസ് ലൈക്ക് എക്സസൈസിങ് യുവർ ബ്രെയിൻ. റീഡിങ് എന്തുപോലെയാണ്? നമ്മുടെ ബ്രെയിനിന് ഒരു എക്സസൈസ് പോലെയാണ്. സോ ഇറ്റ് ഇംപ്രൂവ്സ് യുവർ ഇമാജിനേഷൻ, ഹെൽപ്സ് യു ലേൺ ന്യൂ തിങ്സ്. അത് നിൻ്റെ ചിന്തകളെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് സഹായിക്കുന്നു. സോ ആൻഡ് മേക്സ് യു സ്മാർട്ട്, നിങ്ങളെ കുറച്ചും കൂടി സ്മാർട്ടാക്കുന്നു. സോ ഋതിക ഈസ് ആസ്കിങ്, ബട്ട് സംടൈംസ് ഐ ഡോണ്ട് നോ വാട്ട് ടു റീഡ്. ചില സമയം എനിക്കൊന്നും മനസ്സിലാവാറില്ല, എനിക്ക് എന്താണ് വാട്ട് ടു റീഡ്, എന്താണ് വായിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. സോ മദർ: ദാറ്റ്സ് ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ടോപ്പിക്സ് യു എൻജോയ്. ഡു യു ലൈക്ക് അഡ്വഞ്ചേഴ്സ്, ഫെയറി ടെയിൽസ് ഓർ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ്? ചോദിക്കുകയാണ്, നിനക്ക് ആദ്യം എന്ത് ചെയ്യാം, നീ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബുക്കിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നിനക്ക് എന്താണ് ഇഷ്ടം? ഈ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണോ, അതോ ഫെയറി ടെയിൽസ് ആണോ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ കഥകളാണോ, അങ്ങനെ എന്താണ് നിനക്ക് ഇഷ്ടമുള്ളതെന്നാണ് ചോദിക്കുന്നത്. സോ ഋതിക ഈസ് ആൻസറിങ് ദാറ്റ് ഐ ലൈക്ക് അഡ്വഞ്ചർ സ്റ്റോറീസ്, എനിക്കിഷ്ടം അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ്. സോ മദർ: പെർഫെക്റ്റ്, we can pick some exciting adventures book, then you will see how fun reading can be when you choose something you love. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അഡ്വഞ്ചേഴ്സ് ബുക്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിനക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം നിനക്ക് മനസ്സിലാവും. സോ ഋതിക: ബട്ട് ഐ കാൺ കോൺസെൻട്രേറ്റ് ഓൺ റീഡിങ്, എനിക്ക് വായിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് അമ്മ പറയുന്നത്? ദാറ്റ് ഹാപ്പൻസ്, ട്രൈ റീഡിങ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺ അറൗണ്ട്. എങ്ങനെയിരുന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കണം? അടുത്തൊന്നും ടി വിയോ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ വാട്ട് അബൌട്ട് ഹാവിങ് എ റീഡിങ് കോർണർ ഇൻ യുവർ റൂം? നിൻ്റെ റൂമിൽ തന്നെ നിനക്കൊരു റീഡിങ് കോർണർ സെറ്റ് ചെയ്തുകൂടെ? സോ ഋതിക: ദാറ്റ് സൗണ്ട് നൈസ്, അത് നല്ലൊരു ഐഡിയ ആണ്. So mother, also let's set a regular time for reading, maybe before bedtime or after school. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു വായനയ്ക്കായിട്ട് ഒരു പെർട്ടിക്കുലർ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. എപ്പം വേണമെങ്കിൽ നിനക്ക് അത് ബെഡ് ടൈം അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ സ്കൂൾ വന്നതിന് ശേഷം എപ്പോഴെങ്കിലും കുറച്ച് സമയം. സോ ഋതിക: ഐ ലൈക്ക് ദ ഐഡിയ ഓഫ് റീഡിങ് ബിഫോർ ഗോയിങ് ടു ബെഡ്. എനിക്ക് താല്പര്യം ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇരുന്ന് വായിക്കുന്നതിനാണ്. സോ ഇറ്റ് വിൽ മേക്ക് മീ ഫീൽ ആൻഡ് റിലാക്സ്ഡ്. എന്ത് ചെയ്യും, എനിക്കൊരു റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും, അപ്പോൾ എനിക്ക് സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങാനും പറ്റും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുന്നെയാണ് ഞാൻ ആ ടൈം പ്രിഫർ ചെയ്യുന്നതെന്നാണ് ഋതിക പറയുന്നത്. സോ ഈ ഒരു കോൺവെർസേഷൻ വായിക്കുമ്പോൾ നമുക്ക് തന്നെ റീഡ് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റി, ആ കോൺവെർസേഷൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തിനെ പറ്റിയാണ്, റീഡിങ്ങിനെ പറ്റിയാണ്, അതിൽ ഋതികേൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്താണ്, കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻ സുഖമായിട്ട് കിട്ടും. സോ വാട്ട് ടൈപ്പ് ഓഫ് ബുക്സ് ഡസ് ഋതിക ലൈക്ക്? ഋതികയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് ബുക്കുകളാണ്? അതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ അമ്മ ചോദിച്ചിട്ടുണ്ട്, അതിന് ആൻസറും ഋതിക ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ഫെയറി ടെയിൽസ്, അഡ്വഞ്ചർ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ്, സയൻസ് ഫിക്ഷൻ. കറക്റ്റ് ആൻസർ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ്. ഓൾറെഡി കോൺവെർസേഷനിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മനസ്സിലെത്തി ആ കോൺവെർസേഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും. എന്താണ്? അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വൈ ഡസ് ദ മദർ എൻകറേജ് ഋതിക ടു റീഡ് ബുക്സ്? അമ്മ എന്തുകൊണ്ടാണ് ഋതികനെ ബുക്ക് വായിക്കാനായിട്ട് എൻകറേജ് ചെയ്യുന്നത്? ഓപ്ഷൻസ് ഉണ്ട്: ടു ഹെൽപ്പ് ഹെർ സ്ലീപ്പ് ഏർലി, ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്, ടു റെഡ്യൂസ് ഹെർ സ്ക്രീൻ ടൈം, ടു
കീപ് ഹെർ ബിസി. കറക്റ്റ് ആൻസർ എന്താണ്? അമ്മ തന്നെ അവിടെ പറയുന്നുണ്ട്, ടു മേക്ക് ഹെർ സ്മാർട്ടർ ആൻഡ് ഇമാജിനേറ്റീവ്. So, third question, what suggestions did the mother give Ridhika to concentrate on reading? റീഡിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ത് സജഷനാണ് കൊടുത്തിട്ടുള്ളത്? റീഡ് ഡ്യൂറിങ് സ്കൂൾ അവേഴ്സ്, റീഡ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺസ്, ലിസൺ ടു മ്യൂസിക് വൈൽ റീഡിങ്, റീഡ് ഓൺലി ഡ്യൂറിങ് വീക്കെൻഡ്സ്. കറക്റ്റ് ആൻസർ എന്താണ്? റീഡ് ഇൻ എ ക്വയറ്റ് പ്ലേസ് വിത്തൗട്ട് ടി വി ഓർ മൊബൈൽ ഫോൺസ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ടൈം ഡസ് ഡോട്ടർ പ്രിഫർ ഫോർ റീഡിങ്? ഏത് ടൈമാണ് ഋതിക സെലക്ട് ചെയ്തത്? സോ എ ഇസ് ബിഫോർ ബെഡ് ടൈം, ബി ഡ്യൂറിങ് സ്കൂൾ ബ്രേക്സ്, സി ഇൻ ദ മോർണിംഗ്, ഡി ആഫ്റ്റർ ഡിന്നർ. കറക്റ്റ് ആൻസർ എന്താണ്? ബിഫോർ ബെഡ് ടൈം. ബിഫോർ ബെഡ് ടൈം എന്നുള്ളതാണ് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ. ഫിഫ്ത്ത് വൺ, ബേസ്ഡ് ഓൺ ദ എബവ് കോൺവെർസേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനാണ് കേട്ടോ. സോ A1, റീഡിങ് ഈസ് ലൈക്ക് എക്സസൈസിങ് അവർ ബ്രെയിൻ, സെറ്റിംഗ് എ റെഗുലർ ടൈം ഫോർ റീഡിങ് ഈസ് ഗുഡ്, reading books is only for time pass, TV and mobile phones deviate our attention from reading. ഇതിലേതാ ഇതുമായിട്ട് അക്സെപ്റ്റഡ് അല്ലാത്തത്, ആ കോൺവെർസേഷനുമായിട്ടുള്ളത്? ഓഫ് കോഴ്സ് സി ആണ്. റീഡിങ് ബുക്സ് ഈസ് ഓൺലി ഫോർ ടൈം പാസ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, സോ സുഖമായിട്ട് നമ്മുടെ 5 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് അല്ലേ? സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സെക്കൻഡ് വൺ ലെറ്റർ ആണ്. ഇൻ ദ സ്റ്റോറി ദ യെല്ലോ അംബ്രല്ല, ഹിലാരിയോ's sister visited an orphanage with toys for the children. Then she noticed a boy who showed no interest for toys. He wanted a yellow umbrella as gift. Hilario's sister talked to the boy. She was impressed by the boy. She wrote a letter to Hilario about the boy and his story. Prepare the sister's letter to Hilario. നമുക്കറിയാം, in the story the yellow umbrella, already we have studied that there is a boy named Joseph. ജോസഫിനുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ആ സ്റ്റോറിയിൽ പറയുന്നത്. ആ യെല്ലോ അംബ്രല്ലയായിട്ട് ജോസഫിന് കറക്റ്റായ കണക്ഷൻസ് ഉണ്ട്. അത് ഹിലാരിയോൻ്റെ സിസ്റ്ററിനോട് ഷെയർ ചെയ്യുന്നതുമായിട്ട് നമ്മളതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ലെറ്റർ ഹിലാരിയോൻ്റെ സിസ്റ്റർ ഹിലാരിയോയ്ക്ക് അയക്കുന്ന രീതിയിൽ അയക്കാൻ. ഒരു സിസ്റ്റർ അയക്കുന്നതായതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരു ഇൻഫോർമൽ ലെറ്ററാണ്. സോ നമ്മൾ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യും. സോ ജസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നു, ഒരു സ്ഥലം പൽമാസ്, ബ്രസീൽ. സോ ദെൻ സ്റ്റാർട്ടിങ്, ഡിയർ ഹിലാരിയോ, ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഹൗ ഈസ് എവറിത്തിങ് ഗോയിങ്? ഐ ആം ഫൈൻ ഹിയർ. ഡു നോ ഐ വെൻറ്റ് ടു ആൻ ഓർഫനേജ് ടുഡേ. ഹിലാരിയോ, നിനക്ക് സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിനക്കറിയുമോ, ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഫനേജിൽ പോയിട്ടുണ്ട്. ഇറ്റ് വാസ് ഫോർ ഗീവിങ് ദം സം ഗിഫ്റ്റ്സ് ആൻഡ് ടോയ്സ് ആസ് യൂഷ്വൽ. സാധാരണ പോലെ തന്നെ കുറച്ച് ഗിഫ്റ്റ്, ക്രിസ്മസ് ഗിഫ്റ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത്. ആൻഡ് ദർ ഐ സോ എ ബോയ് ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ടോയ്സ് ആൻഡ് ഓൾ. അവിടെ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ഒരു കുട്ടീനെ കണ്ട് ഞാൻ സർപ്രൈസ്ഡ് ആയിരുന്നു. അവന് ഒരു ടോയ്സിലും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. ഐ വാസ് സർപ്രൈസ്ഡ് ബിക്കോസ് എവ്രി വൺ എൽസ് ലൈക്ക് ദ ടോയ്സ് ആൻഡ് ദേ ഈവൻ ക്രൈഡ് ഡ്യൂ ടു ഹാപ്പിനെസ്. സന്തോഷം കൊണ്ട് എല്ലാവരും കരയുന്നവരെ ഉണ്ടായിരുന്നു. പക്ഷേ ബട്ട് ഹീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ആരെ? ജോസഫിന് യാതൊരു ഇൻട്രസ്റ്റും അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഹിസ് നെയിം ഈസ് ജോസഫ്. I went near him and asked why he doesn't like these toys and what do you want? ഞാൻ എന്ത് ചെയ്തു? അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ ചോദിച്ചു. നിനക്ക് എന്തുകൊണ്ടാണ് ഈ ടോയ്സ് ഒന്നും ഇഷ്ടപ്പെടാത്തത്? നിനക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ഞാൻ സംസാരിച്ചു. So I don't know how to explain his behavior or attitude at that time. He told me that he needed a yellow umbrella. At first I was clueless. But when I started talking to him, he shared his life story with me. And I think that you can make a film with that story. You have a friend namely Mario Peace, right? It will be better if you do that as a duo. So then here she is telling that ഞാൻ അങ്ങനെ അടുത്ത് പോയ സമയത്ത് അവൻ ആവശ്യപ്പെട്ടത് ഒരു യെല്ലോ അംബ്രല്ല ആയിരുന്നു. അപ്പോൾ ഞാൻ അവനോട് അതിൻ്റെ കാരണങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ അവൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞു. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്, നിനക്ക് അതൊരു ഫിലിം ചെയ്യാനുള്ള കണ്ടൻറ്റ് വരെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ. അപ്പം ആ സ്റ്റോറി എന്താണെന്നുള്ളത് പറയാണ്. ദ സ്റ്റോറി ഈസ് ജോസഫ് വാസ് വൺ among a group of refugees. He went to Palmas in an open boat and then his father left him in this orphanage. And when I asked him why his dad done like that, I felt pity when he replied. So എന്താണ്, ജോസഫ് അവൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അവൻ എന്താണ്, വൺ ഓഫ് ദ റെഫ്യൂജീസ് ആണ്, അഭയാർത്ഥിയായിട്ട് ഇവിടേക്ക് വന്നതാണ്. വന്ന സമയത്ത്
അച്ഛൻ എന്താക്കി അവനെ അവിടെ ഓർഫനേജിൽ വിട്ടിട്ട് പോയി. അതിൻ്റെ കാരണം ഞാൻ ചോദിച്ച സമയത്ത് അവൻ്റെ ആൻസർ എന്തായിരുന്നു? ദാറ്റ് വാസ് ബിക്കോസ് ഹിസ് ഡാഡ് ലോസ്റ്റ് ഹിസ് ജോബ് ആൻഡ് ഹി ഹാസ് നോ അതർ റിസോഴ്സസ് ടു ഗെയിൻ മണി ആൻഡ് ദ ഡേ വെൻ ഹിസ് ഡാഡ് ലെഫ്റ്റ് ഹിം ഇൻ ദ ഓർഫനേജ് വാസ് എ റെയിനി ഡേ. Hence, his father was holding a yellow umbrella. That's the last time he saw his father. അതായത് അച്ഛൻ വരുന്ന സമയത്ത് എന്താണ്, അച്ഛൻ അവനെ അവിടെ ഉപേക്ഷിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതല്ലാണ്ട് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് വേറെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ജോസഫിനെ ആ ഓർഫനേജിലേക്ക് കൊണ്ടുപോയി വിടേണ്ടതായിട്ട് വന്നത്. അതുപോലെ തന്നെ ആ ഒരു മഴയുള്ള സമയത്ത് വന്നതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛനൊരു യെല്ലോ അംബ്രല്ല ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് അവനാകെ അവൻ്റെ ഫാമിലിനെ പറ്റിയിട്ടുള്ള ഒരു ഓർമ്മ. സോ ആൻഡ് ഹി ഹാസ് ബിലീഫ് ദാറ്റ് ദ യെല്ലോ അംബ്രല്ല വിൽ യുണൈറ്റ് ദം. ഇനിയും ഒരു യെല്ലോ അംബ്രല്ല കിട്ടി അത് അവൻ്റെ ഫാമിലിനെ കൂട്ടിച്ചേർക്കുമെന്നുള്ള ഒരു ബിലീവിലാണ് അവനുള്ളത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു റൈറ്റ് എ റിപ്ലൈ ലെറ്റർ. സോ ഇതൊക്കെയാണ് ജോസഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. വിത്ത് ലവ്, യുവർ ബിലൗഡ് സിസ്റ്റർ. സോ നമ്മളൊരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഇതിൻ്റെ അത് കൃത്യമായിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ സ്റ്റോറിയുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടൻറ്റുകൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജോസഫിൻ്റെ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വേണം നിങ്ങൾ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത്, ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് ലെറ്റർ എഴുതുന്ന സമയത്ത് ചെയ്യാൻ. അപ്പോൾ തേർഡ് വൺ എഡിറ്റിംഗ് ഹിയർ ഈസ് രഞ്ജീസ് ഡയറി. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, എഡിറ്റ് ദ. സോ സുഖമായിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്, എക്സാമിന് വന്നിട്ടുള്ളത്. രഞ്ജീസ് മാജിക് ബാറ്റ് ചാപ്റ്റർ റിലേറ്റ് ചെയ്ത ഒരു എഡിറ്റിംഗ്. സോ വാട്ട് ആൻ അൺഫോർഗെറ്റബിൾ ഡേ ഇറ്റ് വാസ്. I scored 75 runs in the match yesterday. Now I can play for any bat. Confidence is more important than the bat. Inspiring words of Mr. Kumar me helped a lot. എന്താണ് ഫസ്റ്റ് വൺ ആണ്, സ്കോർഡ് ആണ്, ടെൻസ് എന്താണ് പാസ്റ്റ് ടെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഐ സ്കോർഡ് 75 റൺസ് എന്നുള്ളതാണ് വരുന്നത്. നൗ ഐ ക്യാൻ പ്ലേ ഫോർ എനി ബാറ്റ് എന്നല്ല, പ്ലേ വിത്ത് എനി ബാറ്റ്. ഏത് ബാറ്റ് ഉപയോഗിച്ച് വേണ്ടിയിട്ട് എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റും. കോൺഫിഡൻറ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് പ്രശ്നം. കോൺഫിഡൻസ് CONFIDENCE. Then inspiring words. After full stop you have to start the word with capital letter. So inspiring capitalization ആണ് അവിടുത്തെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. Then last one, me helped. So word order is mistake. ഹെൽപ്ഡ് മീ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഹെൽപ്ഡ് മീ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ളത്. എഡിറ്റിംഗ് ഒക്കെ സിമ്പിളായിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എഡിറ്റിങ്ങിൽ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ വരിക എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നവർ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണുക, നമ്മളുടെ പ്ലേലിസ്റ്റിൽ കാണും. സോ ആ വീഡിയോ എടുത്ത് കാണുക, നിങ്ങൾക്ക് സുഖമായിട്ട് എഡിറ്റിങ്ങിൽ ഏത് എക്സാമിനും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആക്ടിവിറ്റി 4 സ്പീച്ചാണ്. ആകെ 7th സ്റ്റാൻഡേർഡിലെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇച്ചിരിയെങ്കിലും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷെ എന്താണ്, നിങ്ങൾക്ക് 7 ആക്ടിവിറ്റി ഉള്ളതിൽ വെറും 5 ആക്ടിവിറ്റി മാത്രം അറ്റൻഡ് ചെയ്താൽ 25 ഔട്ട് ഓഫ് 25 നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പം ഇതിൽ ഒരു കുറച്ച് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ഒരു ആക്ടിവിറ്റി ഇത് മാത്രമേ ഉള്ളൂ. എ ബാറ്റ് ഹാസ് മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. These words of Mr. Kumar inspired Renji, the cricket player. Write a speech felicitating Mr. Kumar's role in inspiring Renji. The following hints may help you. എന്താണ്, രഞ്ജിയുടെ ലൈഫിൽ മിസ്റ്റർ കുമാറിൻ്റെ ഇൻസ്പിറേഷൻ വെച്ചിട്ട് ഒരു ഫെലിസിറ്റേഷൻ സ്പീച്ച് ചെയ്താനാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. മിസ്റ്റർ കുമാർ ഫോമർ സ്റ്റേറ്റ് പ്ലെയർ ആൻഡ് ഓണർ ഓഫ് എ സ്പോർട്സ് ഷോപ്പ്. Mr. Kumar gives magic bat to Renji. Renji made a good batting. Mr. Kumar's caring for Renji. Inspiring words of Mr. Kumar. So just ഒരു മോഡൽ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ. Hello everybody. In this great occasion, I would like to share a few words about Mr. Kumar. Mr. Kumar is a model for all of us. We know that Mr. Kumar was a former state player. He was our legend and now he owns a sports shop. An important thing is he inspires and motivates young players. We know about Renji, an upcoming great player. Mr. Kumar gave Renji a magic bat to boost his confidence. But when Renji lost that, Mr. Kumar told him that magic is within the batsman, not the bat. Those inspiring words enhanced his confidence and embarrassed him.
Mr. Kumar's caring for NG can be explained using the 26 letters. So you are the best, Mr. Kumar. Keep motivating our young gods. So once again, congratulations, Mr. Kumar. You have an amazing character. So words may inspire, but actions make change. താങ്ക് യു. ജയ് ഹിന്ദ്. സോ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നതാണ് കേട്ടോ. ഇതിൽ നിങ്ങളുടെ കണ്ടൻറ്റിനനുസരിച്ചിട്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടൊക്കെ നിങ്ങൾക്ക് സ്പീച്ച് പ്രിപ്പയർ ചെയ്യാം. So next activity 5, prepare instructions. The headmaster announced that the school will be declared as Harita Vidyalayam the next week. The English club of the school decided to write some instructions to make the school clean and green. So write a set of instructions, minimum 5, to make the campus clean and green. ക്യാമ്പ് ക്ലീനും ഗ്രീനും ആക്കാൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് സുഖമായിട്ട് 5 നിർദ്ദേശങ്ങളൊക്കെ എഴുതാം അല്ലേ. നോക്കാം. ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ് ഫ്രം ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഡു നോട്ട് പുട്ട് പ്ലാസ്റ്റിക് വേർഡ്സ് ഓൺ ദ ഫ്ലോർ ഓർ ഇൻസൈഡ് ദ സ്കൂൾ ക്യാമ്പസ്. മെയിൻറ്റെയിൻ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഡു നോട്ട് ഡംപ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് ഇൻ ദ സ്കൂൾ ഗ്രൗണ്ട്. Maintain classroom hygiene. Ensure that cleaning duties are done properly. Try to clean wherever you see waste. Do not bring plastics to school. Remember to water plants and flowers in the garden as per given duties. Okay. Then next activity. 6th activity is conversation. Hope you remember the story A Robot with a Virus. Ricky finally realized that the robot was neither broken nor misprogrammed. He felt sorry for the complaints he made to his father about the robot. Ricky went near to the robot and began to talk. എന്താണ് റിക്കിക്ക് മനസ്സിലാവുന്നു അത് റിക്കിയുടെ മിസ്റ്റേക്ക് ആണ് എന്ന കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ ശേഷം റിക്കിയും റോബോട്ടും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് നോക്കാം. റിക്കി: ഹായ് റോബോട്ട്, ഐ ആം സോറി, ഐ മിസ്അണ്ടർസ്റ്റുഡ് യു. ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു, സോറി. So robot: it's okay, no problem. I am a machine and so why are you saying sorry to me? ഞാനൊരു മെഷീനാണ്, നീ പിന്നെ എന്തിനാണ് എന്നോട് സോറി പറയുന്നത്? I totally misunderstood you and mistakenly told my father to return you. ഞാൻ വളരെ തെറ്റിദ്ധരിച്ചിട്ടാണ് എൻ്റെ അച്ഛനോട് നിന്നെ തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞത്. You just misunderstood. That's not a mistake, but I am a maximum efficiency robot. I am programmed to collect unwanted things. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പെറുക്കി എന്താക്കുക, ആവശ്യമുള്ള രീതിയിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് എന്നെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ I feel shame on me. The way I treated my belongings were like unwanted stuff. I am a bad boy. ദെൻ എന്താണ് റിക്കി പറയാണ്, അയ്യോ പക്ഷെ ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് നിനക്കത് അൺവാണ്ടഡ് ആയിട്ടൊക്കെ തോന്നിയത്, ഞാനൊരു ശരിക്കൊരു മോശം കുട്ടിയാണ്. നോ യു ആർ നോട്ട്. നൗ യു അണ്ടർസ്റ്റുഡ് യുവർ മിസ്റ്റേക്ക്. ഐ ആം സോ ഹാപ്പി. നിനക്കിപ്പോൾ നിൻ്റെ മിസ്റ്റേക്കുകളൊക്കെ മനസ്സിലായതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. വാട്ട് ഡിഡ് യു ഡു വിത്ത് മൈ സ്റ്റഫ്? നീ എന്താണ് എൻ്റെ സാധനങ്ങളൊക്കെ ചെയ്തത്? I gave those to poor children who will care of those their whole lifetime. ആർക്കാണോ ആവശ്യമുള്ളത് ആ കുട്ടികൾക്കാണ് ഞാനത് കൊടുത്തത്. Okay, I am happy at least they can use my stuff. Today onwards I am going to be a maximum efficiency boy. And robot: okay, that's a good idea. അപ്പോൾ റിക്കി പറയാണ്, ഓക്കെ നീ അങ്ങനെ എൻ്റെ സാധനങ്ങൾ നശിപ്പിക്കല്ലേ ചെയ്തത്, യൂസ്ഫുള്ളായ ഒരു സ്ഥലത്തേക്കല്ലേ എക്സ്റ്റെൻഡ് ചെയ്തത്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ദെൻ റോബോട്ട് ഈസ് ടെല്ലിങ് ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇനി തൊട്ട് ഞാനൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവുമെന്ന് റിക്കി പറയുന്ന സമയത്ത് റോബോട്ട് ഈസ് ടെല്ലിങ് ദാറ്റ് ഈസ് എ ഗുഡ് ഐഡിയ. ഓക്കെ, ദെൻ ലാസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ദ ആർട്ടിസ്റ്റ് ഡാഷ് പെയിൻറ്റഡ് ദിസ് ബ്യൂട്ടിഫുൾ പിക്ചർ ഈസ് മൈ കസിൻ. വിച്ച്, ദാറ്റ്, ഹു, വർ. നമ്മുടെ റിലേറ്റീവ് പ്രോണോണുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ? ഹു, ആരാണോ ഇത് പെയിൻറ്റ് ചെയ്തത്, ഇത് പെയിൻറ്റ് ചെയ്ത ആർട്ടിസ്റ്റ് ആരാണോ. സോ ഹു ആണ് വരുന്നത് റിലേറ്റീവ് പ്രോണോൺ. ദെൻ സെക്കൻഡ് വൺ, ദിസ് ഈസ് ദ ബുക്ക് ഡാഷ് ഐ ബോറോഡ് ഫ്രം ദ ലൈബ്രറി. ഇതും എന്താണ്? റിലേറ്റീവ് പ്രോണോൺ ആണ്. ബുക്കിനെ മെൻഷൻ ചെയ്യുന്ന ഒരു റിലേറ്റീവ് പ്രോണോൺ ഏത് വരും? ദാറ്റ്. സോ ദാറ്റ് സെക്കൻഡ് വൺ, ഓപ്ഷൻ ബി ദാറ്റ് എന്നുള്ളതാണ് ആൻസർ. സോ എ ഹോസ് ഈസ് ഡാഷ് ആൻഡ് എലിഫൻറ്റ്. ആസ് ഫ്രേസ് വെച്ചിട്ടാണ് വരുന്നത്. ഹോസ് ഈസ്. ആസ് ബിഗ് ആസ് ഫാസ്റ്റ് ആസ്, നോട്ട് ആസ് ബിഗ് ആസ് സ്മോൾ ആസ്. ഏതാ വരിക? നോട്ട് ആസ് ബിഗ് ആസ്.
അത്രത്തോളം വലുപ്പം ഇല്ലല്ലോ ഹോഴ്സിന്. അതുകൊണ്ട് നോട്ട് ആസ് ബിഗ് ആസ്. സോ ഫോർത്ത് വൺ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സജഷൻ. താഴെ പറയുന്നതിൽ സജഷൻ അല്ലാത്തത് ഏതെന്നാണ്. ഫസ്റ്റ് വൺ, വാട്ട് അബൌട്ട് ഡൂയിങ് ദ ഹോംവർക്ക് നൗ? ഷാൽ വി ക്ലീൻ ദ ഡൈനിങ് ഹാൾ? ഹൗ അബൌട്ട് അറേഞ്ച് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി? ഹൗ ഈസ് യുവർ ഹെഡ് ഏക്ക് നൗ? സുഖമായിട്ട് മനസ്സിലാവും. സജഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൽ നിർദ്ദേശമല്ലാതെ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഹൗ ഈസ് യുവർ ഹെഡ് ഏക്ക് നൗ. നിൻ്റെ തലവേദന എപ്പോഴും എങ്ങനെയുണ്ട് എന്നുള്ളത് നിർദ്ദേശമാണോ? അല്ലല്ലോ. സോ അത് മാത്രം ആണ് ആൻസർ. സോ ഫിഫ്ത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. അലിട്രേഷൻ്റെ എക്സാമ്പിൾ അല്ലാത്തത് ഏത്? The slide sea sparkled under silver stars. S is repeating. So definitely that is alliteration. Bright birds bouncing between blossoming branches. That is also B is repeating. That is also alliteration. So C1, child laughed joyfully as the kite soared high. അവിടെ കാണുന്നുണ്ടോ repetition of consonant sounds? No. സോ ആൻസർ ഏതാണ് വരിക? ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി ആസ് ദ കൈറ്റ് സോർഡ് ഹൈ. സി ആണ് അലിട്രേഷൻ അല്ലാത്തത്, എക്സാമ്പിൾ അല്ലാത്തത്. ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ വരുന്നത് ചൈൽഡ് ലാഫ്ഡ് ജോയ്ഫുള്ളി ആസ് ദ കൈറ്റ് സോർഡ് ഹൈ എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.